ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡിഡീസ് ഫാമിലി. മിനിഞ്ഞാന്ന് എൻ്റെ പിറന്നാളായിരുന്നു. അപ്പോൾ എനിക്ക് പിറന്നാളിന് കിട്ടിയ ഗിഫ്റ്റ് ഒക്കെ അൺബോക്സ് ചെയ്യുന്നതാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇതെനിക്ക് എൻ്റെ അമ്മ തന്ന ഗിഫ്റ്റാണ്. നല്ല ഭംഗിയുള്ള ഒരു കമ്മലാണ്. ഈ കമ്മലിന് നല്ല ഡിസൈനൊക്കെയാണ് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ഗിഫ്റ്റ് നോക്കാം. ഇതും അമ്മ വാങ്ങിത്തന്ന ഒരു ഗിഫ്റ്റാണ്. ഞാൻ ഈ ഗിഫ്റ്റ് ഇപ്പോൾ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ അമ്മ തന്ന ഗിഫ്റ്റ് പൊട്ടിച്ചു. ഇനി നമുക്ക് അകത്ത് എന്താ നോക്കണ്ടേ. ദാ ഒരു മാലയാണ്. പിന്നെ അമ്മ വാങ്ങി തന്ന ആ ഗിഫ്റ്റ് ബോക്സിൻ്റെ അകത്ത് ഐലൈനറുണ്ട്, നെയിൽ പോളിഷുണ്ട്. പിന്നെ ആ മാലയുടെ ഒപ്പം ഒരു കമ്മലും കൂടി ഉണ്ടായിരുന്നേ. നല്ല കമ്മലാണ്. ഇനി നമുക്ക് അടുത്തത് അച്ഛൻ വാങ്ങി തന്ന ഗിഫ്റ്റ് നോക്കാം. ദാ ഞാനിപ്പോൾ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ആ കവർ പൊട്ടിച്ചു കഴിഞ്ഞു. തുറന്നു നോക്കിയപ്പോൾ എന്താണ്, ഒരു പെൻസിൽ പൗച്ച്. നമുക്കിനി പെൻസിൽ പൗച്ച് ആ കവറിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് എടുത്ത് നോക്കിയാലോ. ഇതാണ് നമ്മുടെ പെൻസിൽ പൗച്ച്. യൂണിവേഴ്സിന് എഴുതിയിട്ടുണ്ട്, സാറ്റലൈറ്റിൻ്റെയും ഒരു ഗ്രഹത്തിൻ്റെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്, എർത്ത്, പിന്നെ ആസ്ട്രോണമർ നിൽക്കുന്നത് പടമൊക്കെ ഉണ്ട്. പിന്നെ നമുക്കിത് തുറന്ന് നോക്കാം. തുറന്ന് നോക്കുമ്പോൾ അകത്തൊക്കെ കുറച്ച് പെൻസിൽസും മേനയൊക്കെ വയ്ക്കാനുള്ള സ്പേസ് ഉണ്ട്. പുറവിലായിട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് പേപ്പറൊക്കെ വയ്ക്കാൻ സ്ഥലമുണ്ട്. പിന്നെ സിപ്പിൻ്റെ അകത്തായി റബ്ബർ, സ്കെയില്, മാർക്കർ അങ്ങനെയൊക്കെ വയ്ക്കാൻ സ്ഥലമുണ്ട്. വീട്ടിൽ നിന്ന് എനിക്ക് കിട്ടിയ പിറന്നാൾ സമ്മാനങ്ങളാണ് ഞാൻ ഇത്ര നേരം കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇനി നമുക്ക് എൻ്റെ സ്കൂളിൽ നിന്ന് എൻ്റെ ഫ്രണ്ട്സ് എന്ന പിറന്നാൾ സമ്മാനങ്ങൾ പോയി കണ്ടാലോ. ഈ 3 ഗിഫ്റ്റാണ് എനിക്ക് എൻ്റെ സ്കൂളിൽ നിന്ന് എൻ്റെ ഫ്രണ്ട്സ് തന്നത്. അപ്പം നമുക്ക് ആദ്യം തന്നെ എൻ്റെ ഫ്രണ്ട് ആദ്യം തന്ന പേന നോക്കിയാലോ. നല്ല പേനയാണ്. എനിക്ക് എഴുതുമ്പോഴൊക്കെ നല്ല സ്മൂത്തായിട്ട് എഴുതാൻ പറ്റണം. എനിക്ക് ഈ പേന വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് എൻ്റെ ഫ്രണ്ട് മഞ്ഞ തന്ന ഗിഫ്റ്റ് നോക്കിയാലോ. ഞാൻ അകത്തേക്ക് ക്ലാസ്സിലേക്ക് ചെന്നപ്പോഴേ വിളിച്ചിട്ട് തന്നതാണ് ഈ ഗിഫ്റ്റ് മഞ്ഞ. അപ്പോൾ ഇതിൽ ബെസ്റ്റ് വിഷസ് എഴുതിയിട്ടുണ്ട്. പിന്നെ അതിൽ റിബണും ഉണ്ട്, നല്ല ക്യൂട്ടായ റിബണുണ്ട്. അപ്പോൾ ഇത് തുറന്ന് നോക്കാം. തുറന്ന് നോക്കുമ്പോൾ തന്നെ നല്ല ഭംഗിയുള്ള കുറച്ച് കമ്മലുകളും പിന്നെ ഒരു ബുഷും ഉണ്ട്. ഇതൊരു പൂമ്പാറ്റയുടെ കമ്മലാണ്. കുഞ്ഞതും മീഡിയവും വലിയതും സൈസ് പൂമ്പാറ്റകളെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കണ ഒരു കമ്മലാണ്. പിന്നെ കുറേ ക്യൂട്ടായ കുഞ്ഞു കുഞ്ഞു സ്റ്റഡുള്ള കമ്മലുകളുണ്ട്. ഞാൻ അതൊക്കെ പുറത്തേക്ക് എടുത്ത് കാണിച്ചു തരാം.
കണ്ട, ഇതാണ് ഞാൻ പറഞ്ഞ ക്യൂട്ടായ കുഞ്ഞു കമ്മലുകൾ. പലതരത്തിലുള്ള പൂക്കളുടെ ഷേപ്പ് ഉണ്ട്. പിന്നെ റിബൺ പോലത്തെ കണ്ട ഇങ്ങനത്തെ ഷേപ്പ് ഉണ്ട്. കുറേ തരത്തിലുള്ള ഷേപ്പ് ഉണ്ട്. ഇനി നമുക്ക് ആ ബുഷ് പുറത്തേക്ക് എടുത്ത് നോക്കാം. കണ്ടോ, ഒരു ക്യൂട്ട് ബുഷാണ്. ഇനി നമ്മളത് തുറന്നപ്പോൾ എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ നമുക്കെടുത്ത് തിരിച്ച് വെക്കാം അകത്തേക്ക്. അപ്പതാ ഞാൻ എല്ലാം അകത്തേക്ക് എടുത്ത് വെച്ചു. ഇനി നമുക്കടുത്തത് എൻ്റെ ഫ്രണ്ട് ശ്രീനിധ തന്നെ ഗിഫ്റ്റ് നോക്കാം. ഇവിടെയും ബെസ്റ്റ് വിഷസ് എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ക്യൂട്ടായ റിബണും ഉണ്ട്. അപ്പം ഇനി നമുക്ക് തുറന്നു നോക്കിയാലോ. തുറന്നു നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണുന്നത് ഒരു യൂണിക്കോണിൻ്റെ കീ ചെയിൻ, പിന്നെ 2 ക്യൂട്ട് ബിയർ, പിന്നെ 3 സ്റ്റഡുള്ള കമ്മൽ, പിന്നെ മിഠായി ഉണ്ട് നാളെ. ഇതാണ് യൂണിക്കോണിൻ്റെ കീ ചെയിൻ. നമുക്ക് പെൻസിൽ ബോക്സിലായാലും ബാഗിലായാലും എവിടെയെങ്കിലുമൊക്കെ തൂക്കിയിടാതെ. പിന്നെ അതായത് കണ്ട 2 ക്യൂട്ടായ ബിയേഴ്സ് ഉണ്ട്. ആൽപ്പൻലീബയുടെ 5 മിഠായി ഉണ്ട്. പിന്നെ ചോക്കോലാൻഡിൻ്റെയും 5 മിഠായി ഉണ്ട് അകത്ത്. നമുക്ക് എല്ലാ മിഠായി എടുത്ത് പുറത്തേക്ക് വെക്കാം. പിന്നെ ഇതാ നമ്മുടെ കയ്യിലിടുന്ന ഒരു ബ്രേസ്ലെറ്റും കൂടി ഉണ്ട് അകത്ത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ 2 ക്യൂട്ടായ ബിയേഴ്സ്. പിന്നെ ഇതിൻ്റെ അകത്ത് പേപ്പറും കൊണ്ടുള്ള പൂക്കളൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് പഴയതുപോലെ തിരിച്ചെടുത്ത് വെക്കാം. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടി അമർത്താൻ മറക്കല്ലേ. ബൈ.